അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, വീക്കെൻഡ്. നാളെ രാവിലെ ലോഡ് എടുക്കണം. നാളെ സ്പെയിനിലേക്ക് ലോഡ് വേണം. 2 സ്ഥലത്തു നിന്ന് ലോഡ് എടുക്കണ്ടേ. അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇപ്പോൾ ഒരാൾ മെസ്സേജിൽ ചോദിച്ചു, ഇങ്ങനെ നിങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ കമ്പനിയിൽ, മറ്റുള്ള കമ്പനിയിൽ എനിക്കറിയില്ല, ഓരോ കമ്പനിയിൽ ഓരോ രീതിയിലാണ്. ഇവിടെ എൻ്റെ അറിവിൽ ഒരു കമ്പനിയും ഫ്രീ ആയിട്ട് റൂം കൊടുക്കുന്നില്ല. റൂമെല്ലാം ചാർജ് ഉണ്ട്. 40 സ്ലോട്ടി 45 സ്ലോട്ടി വെച്ചിട്ട് റെൻറ്റ് പിടിക്കുന്നുണ്ട് അവർ റൂമിൽ നിൽക്കണതിന്. നമ്മൾ റൂട്ടിൽ പോയി ഓരോ കമ്പനിയിലും ഓരോ സിസ്റ്റത്തിലാണ്. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാം, എപ്പോൾ വേണമെങ്കിലും ജോലിക്ക് പോകാവുന്നൊരു രീതിയിലുള്ള മെത്തേഡാണ് എൻ്റെ കമ്പനിയിൽ. നമ്മുടെ കൂട്ടുകാർ വർക്ക് ചെയ്യുന്നത് അവർ 3 മാസം 4 മാസം വർക്ക് ചെയ്യും. അതിനുശേഷം നിർബന്ധമായിട്ടും അവർക്ക് 15 ദിവസം തൊട്ട് മുകളിലേക്ക് 1 മാസം 45 ദിവസം, അങ്ങനെ പല രീതിയിലും ലീവ് എടുക്കേണ്ടി വരും. അപ്പം 3 മാസം ജോലി ചെയ്ത് 1 മാസം അല്ലെങ്കിൽ 15 ദിവസം അല്ലെങ്കിൽ 45 ദിവസം അവർ ലീവ് എടുക്കണം. എന്നിട്ട് വീണ്ടും അടുത്ത ഇതും. അപ്പോൾ ഈ 5 ദിവസം അല്ലെങ്കിൽ 45 ദിവസം ഒന്നല്ലെങ്കിൽ അവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന റൂമുണ്ട്, അതല്ലെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന റൂം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി റൂം എടുക്കാം. ഇതൊന്നും കമ്പനി നമുക്ക് ഫ്രീ അല്ല, ഇതെല്ലാം നമ്മൾ പേയ്മെൻ്റാണ്. ഇനി ഹീഗിൾമാൻ പോലെയുള്ള കമ്പനിയിൽ റൂമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാ കമ്പനി ഇതുപോലെയല്ല, എനിക്ക് കേട്ടിട്ടുള്ള അറിവാണ്. എൻ്റെ കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ റൂമേ ഇല്ല. അവിടെ 2 കണ്ടെയ്നർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തൊരു 3-4 ബെഡ്, ഈ തട്ടായിട്ടുള്ള ഒരു 3-4 ബെഡുണ്ട്. പക്ഷെ നമ്മൾ റൂമിലേക്ക് നിൽക്കാറില്ല. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കമ്പനിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു ട്രെയിലറിൻ്റെ ഹെഡ് തരാമായിരുന്നു. ഒരു ട്രെയിലറിൻ്റെ തല തന്നിട്ട് അതിനകത്ത് കിടന്നോളാൻ പറയാമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ വന്ന സമയത്ത്, ഓഗസ്റ്റ് സമയത്ത് അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഫ്യൂവൽ അടിച്ചു തന്നിട്ട് അവർ പറഞ്ഞു AC ഒക്കെ അതിനകത്തുണ്ട്, അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്തോളാം പറഞ്ഞ് കിടക്കലൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ കിടന്നു പോയതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ആയി. പിന്നെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് നേരെ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോകുമ്പോഴാണ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അതുവരെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഓട്ടത്തിലായിരിക്കും. പിന്നെ അപ്പോൾ നമ്മൾ കമ്പനിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സാലറി ഇല്ല. മെയിനായിട്ടുള്ള പ്രശ്നം അതാണ്. നമ്മൾ കമ്പനി ചെന്ന് ഒരു ദിവസം ഹോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ കമ്പനിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസത്തെ സാലറി ഇല്ല. ഡെയിലി വേജസ് ആണ് നമുക്ക്, മണിക്കൂറല്ല, ഡെയിലി വേജസ് ആണ് ട്രക്ക് ഡ്രൈവർമാർക്ക് കൂടുതലും, എൻ്റെ അറിവിൽ ഞാൻ കേട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മിക്ക ആൾക്കാരും കമ്പനിയിൽ ബേസിലേക്ക് പോകാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ അതുപോലെ ഇവിടെ റൂമും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. എല്ലാം പേയ്മെൻ്റാണ്. അതായത് ഇവർ